ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയർ. മക്കളെ, നമ്മുടെ NMS എക്സാം ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ NMS പരീക്ഷയ്ക്കുള്ളൂ. NMSലെ കിഡിലെ മാറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ അതെങ്ങനെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ, ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടണം. അതുപോലെ തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ അടിക്കണം. ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേ. ഇതാ, നമുക്ക് മാറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നമ്പർ സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ മാറ്റിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ നമ്പർ സീരീസ് കഴിഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അതായത് ലെറ്റർ സീരീസ് അല്ലേ. ഒരു 3-4 നമ്പർ തരും, ലെറ്റർ തരും. ആ ലെറ്ററിൻ്റെ അടുത്ത ലെറ്റർ ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമുക്ക് ഒരേ പുളി പഠിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ലെറ്റർ സീരീസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പദം ഏത്, നെക്സ്റ്റ് ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞത് എന്താ സംഭവം എന്ന് ചോദിച്ചാലും JLN, അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ലെറ്റേഴ്സ് കണ്ടോ, ഇങ്ങനെ കണ്ടിരിക്കുന്ന ഈ ലെറ്റേഴ്സ്, ഈ 4 ഓപ്ഷനിൽ നിന്ന് ഇവിടെ വരയിട്ട് ഈ ഡാഷ് കാണുന്ന ഇവിടെ ഉള്ള ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേകത അവിടെ ആവർത്തിക്കുന്നുണ്ടാവും, എന്തോ ഒരു ക്യാരക്ടർ എന്തോ ഒരു ലെറ്റേഴ്സിന് ആവർത്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്ക്, JLN. എന്താ JLN? JK കഴിഞ്ഞിട്ടാണ് പിന്നെ L വരുന്നത്. അതായത് JK കഴിഞ്ഞിട്ടാണ് L വരുന്നത്. അപ്പോൾ ഒരു ലെറ്റർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്. JK കഴിഞ്ഞിട്ട് L, M കഴിഞ്ഞിട്ടാണ് N വരുന്നത്. അപ്പോൾ M അവിടെ ഒഴിവാക്കിയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ N ഇവിടെ വരുന്നുണ്ടെങ്കിൽ അടുത്ത O ഒഴിവാക്കിയിട്ട് ആര് വരണം, P വരണം. അപ്പോൾ അടുത്ത ഫസ്റ്റ് ലെറ്റർ ദാറ്റ് ഈസ് P ആയിരിക്കും. സിമ്പിൾ സാധനമാണ് അല്ലേ. ആ ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ട് ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ലെറ്റർ വരുന്നതെന്ന് ചുരുക്കം പറഞ്ഞത്. അടുത്ത അതുപോലെ തന്നെ നോക്കി നോക്കാം അല്ലേ. A കഴിഞ്ഞിട്ട് E ആണ് വരുന്നത്. എത്ര ലെറ്റർ സ്കിപ്പ് ആവുന്നുണ്ട് നോക്ക്. A കഴിഞ്ഞ് E എന്ന് പറയുമ്പോൾ BCD പിന്നെയാണ് ഈ വരുന്നത്. അപ്പം 3 ലെറ്റർ അവിടെ സ്കിപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിട്ട് I 3 കഴിഞ്ഞിട്ടാണോ നോക്കണം നമുക്ക്. FGH പിന്നെയല്ലേ I വരുന്നത്. അപ്പം 3 കഴിഞ്ഞിട്ടാണ്. അപ്പം 3 കഴിഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഐഡിയ അവിടെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം 3 കഴിഞ്ഞിട്ട് ഏതാ വരുന്നത് നോക്കാം. I കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ഏതാ, HI, JKL. അടുത്ത ഏതാ, L കഴിഞ്ഞിട്ടുള്ള ലെറ്റർ M. ഇനി വെറുതെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കേ. PM വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരേ പൊളി കറുപ്പിച്ചോ, ആൻസർ സെറ്റാണടാ. അപ്പോൾ ഏതാണ് PM വരുന്നത്? ഇതൊന്നും പറ്റൂല അല്ലേ. ഇതൊക്കെ ആദ്യമേ നമുക്ക് ക്യാൻസൽ ചെയ്യാം. P ഒന്നും ഫസ്റ്റ് വരുന്നുണ്ടല്ലേ, ക്യാൻസൽ ചെയ്യാം. ഏതാ, P ഇവിടെ വരുന്നുണ്ട്, പക്ഷെ PU അല്ല. ഏതാണ്, PM ആണ് നമുക്ക് കിട്ടിയത്. P കഴിഞ്ഞ് പിന്നെ M ആണ്. നമ്മുടെ തരം ഒരേ പൊളി. ഏതാണ് ആൻസർ? ഏതാ ആൻസർ? PMT ആണ്. ഓപ്ഷൻ 3 ആണ്. സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇനിയിപ്പോൾ അടുത്ത നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. T ആയിരിക്കും. ഓപ്ഷൻ വൈസ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ആ ഒരു നമ്പേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ശരിക്കും ഇത് ഒക്കെ വരച്ചിട്ടൊക്കെ ചെയ്യണം. ഞാൻ ഇപ്പോൾ കൈകൊണ്ടാണ് ചെയ്തത്. ശരിക്കും വരച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തൊരു ചോദ്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യും, ക്ലിയർ ആവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് പറയണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അതായത് പറയണ നമുക്ക്, Z കഴിഞ്ഞിട്ട് X ആണ്, പിന്നെ V ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് അടയാളപ്പെടുത്താം. Z കഴിഞ്ഞു X ആണ്, കണ്ടോ. ആ Y അവിടെ മിസ്സായി. അതുപോലെ പിന്നെ V ആണ് വന്നത് അല്ലേ. ആദ്യം V കണ്ടോ, ആ W അവിടെ മിസ്സായി. അപ്പോൾ ബേക്കോട്ടാണ് വരുന്നത്. മുന്നോട്ട് ഇനി നേരത്തെ, ഇപ്പോൾ ബേക്കോട്ടാണ് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു ആൽഫബറ്റിക് സീരീസിൽ മുന്നോട്ടും വരാം ബാക്കോട്ടും വരാം എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ തലൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ Z കഴിഞ്ഞ് X കഴിഞ്ഞു, V പിന്നെ V, അതായത് ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കിയാൽ മതി. T ആണ് വരുന്നത്. T നോക്കൂ, നമുക്ക് എവിടെ T എവിടെയാണ് നോക്കാം അല്ലേ. കണ്ടോ, അതായത് ഓരോ ലെറ്റേഴ്സ് കണ്ടോ, ഞാൻ ഈ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ സ്കിപ്പായി. അടുത്തത് ഏത്, ആ എസ്സും സ്കിപ്പാവും. അടുത്തത് 6 വരുന്നുണ്ടോ നോക്കാം. നമുക്ക് ഓപ്ഷനിൽ 6 വരുന്നത് എന്തായാലും ഫസ്റ്റ് ലെറ്റർ 6 ആയിരിക്കും. അപ്പോൾ ഇത് 6 ഉണ്ട്, ഇതും 6 ഉണ്ട്, ഇതും 6 ഉണ്ട്. അപ്പോൾ 3 ഓപ്ഷനിൽ ആൻസർ വരാൻ പാടില്ലല്ലോ. ഫസ്റ്റ് ലെറ്റർ S വരുന്നത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. നമുക്കറിയാം NMS പരീക്ഷ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെ ലെറ്ററും ശരിക്കും ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുന്നത് അബദ്ധം എന്നേ പറയുള്ളൂ. ഞാൻ എന്താണ് ഐഡിയ എന്ന് പറഞ്ഞാണ് കേട്ടോ. കാരണം ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ എന്താ സംഭവം. 6 6 6 കണ്ടോ, ഫസ്റ്റ് ലെറ്റർ ഒക്കെ സെയിം ആണ്. പിന്നെ A
എ. ഓപ്ഷൻ വൈസ് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെറ്ററും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, മൂന്നാമത്തേലേക്ക് പോകേണ്ടി വരും എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെറ്റർ ഏതാ നോക്ക്, ഇവിടെ IGJ. അപ്പം മൂന്നും വ്യത്യസ്ത ലെറ്റർ ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ നോക്കിയാൽ മതി അല്ലേ. മൂന്നാമത്തെ ലെറ്റർ ഏതാ നോക്ക്, ഇതാ എ കഴിഞ്ഞ് സിക്ക് എത്തി. എന്താ അതിൻ്റെ മീനിങ്? എ കഴിഞ്ഞ് ബി പോയി അല്ലേ, ബി പോയിട്ട് സി എത്തി. അതുപോലെ സി കഴിഞ്ഞ് ഡി പോയി ആണ് ഇയിലെത്തി, ഡി പോയി ഇയിലെത്തി. ഡി എഫ് കഴിഞ്ഞ് എഫ് പോയി ആരെ ജിയിലെത്തി. അപ്പോൾ ഓരോ ലെറ്റേഴ്സ് പോയി വിട്ട്, അതായത് സ്കിപ്പ് ആക്കിയിട്ടാണ് അടുത്ത ലെറ്റർ വരുന്നത്. അപ്പം ജി കഴിഞ്ഞിട്ട് എച്ച് സ്കിപ്പ് ആവണം, എച്ച് പോകണം. എച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ആരടാ ആണ്. അപ്പം ലാസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് അവിടെ കിട്ടും. മൂന്നാമത്തെ ലെറ്റർ അവിടെ കിട്ടുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ആണ്. ഇനിയിപ്പോൾ നടുത്തങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഓപ്ഷനിൽ നോക്ക് കുഞ്ഞോനെ, ആ ഓപ്ഷനിൽ നോക്ക്, എല്ലാത്തിൻ്റെ എ ആണ്. അപ്പോൾ നടുത്ത് എന്തായാലും എ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർ ലാസ്റ്റ് ഐ. ഇതിൽ ആറും ഐയും ലാസ്റ്റ് വരുന്ന ഏതാണ്? ഇതേ ഉള്ളൂ, ഇതൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ RAI ആണ് ആൻസർ. നടുത്ത് ഇനി കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അവിടെ എ വരത്തുള്ളൂ. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്, എ ആണോ അല്ലയോ എന്നൊക്കെ നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നത്. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തരാം. ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം താഴെ കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ആൻസർ ഉറപ്പായിട്ടും കമൻ്റ് ഇടണം. ആൻസർ മാത്രം കമൻ്റ് ഇടരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് നല്ല അത്യാവശ്യം വലുപ്പത്തിന് തന്നെ ഫീഡ്ബാക്ക് എഴുതിക്കോളൂ. ഇറ്റ്സ് മീ VJR. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.